ഒരു പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ പണ്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചും അയാൾ ഓർക്കുന്നു. ഞാനൊരു ഡെവിളിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരാൾ എന്നെ തടയുവാനായിട്ട് ശ്രമിച്ചു. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയൊക്കെ അയാൾ എനിക്ക് മേടിച്ചു തരുന്നതായിരിക്കുമെന്നും എന്നോട് പറഞ്ഞു എന്നൊക്കെ മാഡം ജൂം ആ ഒരു അച്ഛനോട് പറയുന്നു. ഗോ ഉണ്ട് പഴയ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവനും ഈ ഒരു ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന കാര്യം ഡോഹിയും മനസ്സിലാക്കിയിരിക്കുന്നു. ഗോണും അവന്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ആത്മഹത്യ ചെയ്തതായിരുന്നു എന്ന കാര്യം കൂടി അവൻ അതിന്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അവനും സ്വർഗത്തിൽ പോകുവാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല, സ്വർഗത്തിൽ പോകുവാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അവനും പറയുന്നു. അവൾക്കും അവന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഹാപ്പി എൻഡിങ് ആണോ അതോ സാഡ് എൻഡിങ് ആണോ എന്നൊക്കെ ചോദിച്ചതല്ലായിരുന്നോ? അപ്പോൾ നീയല്ലേ സാധാരണ ഒരു എൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവള് ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു തവണ അത് ഹാപ്പി എൻഡിംഗ് ആക്കി മാറ്റുന്നതായിരിക്കുമെന്ന് അവനും പറയുന്നു. അവനും അവന്റെ കൈ ഒന്ന് മടക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റ്സും ഓഫ് ആകുന്നു. അങ്ങനെ ഇരിക്കെ അവൻ അവന്റെ കൈ തുറക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്നും ഒരു മിന്നാമിനുങ്ങൊക്കെ പതിയെ വെളിയിലേക്ക് വരികയാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മുറി മുഴുവൻ ഒരുപാട് മിന്നാമിനുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. അതിനർത്ഥം എനിക്കൊരു അവസരം കൂടി കിട്ടി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് കൂടി അവൻ മനസ്സിൽ പറയുന്നു. ഗോണും ഇപ്പോൾ ഗോഡിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പണ്ടത്തെ ലൈഫിലൊക്കെ നടന്നതുപോലെ തന്നെ ഈ ഒരു ലൈഫിലും ഒരു സാഡ് എൻഡിംഗ് ഒക്കെ ആയിരിക്കുമോ നടക്കുക എന്ന സംശയത്തിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. നിനക്ക് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ഗോഡും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഗോഡും അവനെ സഹായിക്കുകയില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ഗോഡ് സഹായിക്കണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹം. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും തടയുവാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിലും കഷ്ടതകളൊന്നും ഇല്ല എങ്കിൽ പിന്നെ സന്തോഷത്തിന് എന്തർത്ഥമാണ് ഉള്ളതെന്നൊക്കെ ഗോഡും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് സന്തോഷമൊക്കെ കിട്ടുകയാണെങ്കിൽ അയാളും സന്തോഷത്തിന് അത്ര പ്രാധാന്യമൊന്നും നൽകുകയില്ല എന്നൊക്കെ ഗോഡ് പറയുമ്പോഴത്തേക്കും ഗോഡ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന കാര്യം അവന് മനസ്സിലാക്കുന്നേയില്ല. അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതമൊക്കെ വളരെ ചെറുതല്ലേ, അപ്പോൾ ആ ഒരു ചെറിയ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകേണ്ടേ എന്നൊക്കെ ആയിരുന്നു അവനും ചോദിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവൻ അങ്ങനെ പോയിക്കെ കഴിയുമ്പോഴത്തേക്കും സന്തോഷവും ഒരു വിഷമാണെന്നൊക്കെ ഗോഡും പറയുന്നു. രാവിലെ തന്നെ എണീക്കുവാനായിട്ട് മടി പിടിച്ചൊക്കെ ഡോഹി കിടക്കുകയായിരുന്നെങ്കിൽ പോലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എണീറ്റ് വരുവാനായിട്ട് ഗോണും ഡോഹിയോട് ആവശ്യപ്പെടുന്നു. വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ ഡോഹിയും ഓടി വരുന്നൊക്കെ ഉണ്ടെങ്കിലും ടേബിളിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കുറച്ചു നേരത്തേക്ക് കണ്ണൊക്കെ അടയ്ക്കുവാനായിട്ട് ഗോണും അവളോട് ആവശ്യപ്പെടുന്നു. പിന്നീട് അവൾ കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും മേശയിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ നിരന്നിരിക്കുന്നതും അവൾ കാണുന്നു. അങ്ങനെ അവരും ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബ്ലൈൻഡ് ഡേറ്റിൽ വെച്ചായിരുന്നല്ലോ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആകട്ടെ അവരുടെ വിവാഹം വരെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ടോഹി വളരെ ആഗ്രഹത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. പക്ഷെ പിന്നീടാണ് നിനക്ക് ക്രിസ്മസ് ഒന്നും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഗോന്റെ അടുത്ത് ഡോഹി ചോദിക്കുന്നത്. പക്ഷെ അതോർത്ത് ഡോഹി വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും പക്ഷെ ഡോഹിക്ക് ഇഷ്ടമുള്ള എല്ലാം തന്നെ അവനും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവനും ഡോഹിക്ക് വേണ്ടി ഒരു ക്രിസ്മസ് പാട്ടൊക്കെ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ കാറൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു വഴിയിൽ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കിടക്കുന്നത് അവരും കാണുന്നത്. അപ്പോൾ അവൾ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നു. അവളുടെ പേരൻസും ആക്സിഡന്റിലായിരുന്നല്ലോ മരണപ്പെട്ടു പോയത്. ഗോണും ഡോഹിയും കൂടി ചേർന്ന് എന്ത് കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പോലും ഇപ്പോൾ ഡോഹി മറന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗോണും സിഹുനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഡോഹിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സിഹുനാണല്ലോ. ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവളും അവളുടെ പേരൻസിനെ കുറിച്ചൊക്കെ ഓർത്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവളും വിഷമിച്ചൊക്കെ ഇരുന്നത്. അവളും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറ്റബോധമൊക്കെ ആയിട്ട് ഇരിക്കുന്ന അവളെയാണ് ഞാൻ കാണാറുള്ളതെന്നൊക്കെ ഗോണും പറയുന്നു. അപ്പോൾ സിഹോണും ഒരു കാര്യമൊക്കെ പറയുകയാണ്. അവളുടെ പേരൻസ് മരിക്കുന്നതിന് കുറച്ചു വർഷം മുമ്പായിരുന്നു അവളും സന്തോഷം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് അവൾക്ക് പേടിയാണെന്ന് കൂടി സിഹോൺ പറയുന്നു. ഡോഹിയുടെ പേരൻസിന്റെ മരണത്തിന് ശേഷം അവളെ ഒരു റിലേറ്റീവ് ഒക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കിട്ടാവുന്ന പണം എല്ലാം തന്നെ ഡോഹിയുടെ അടുത്ത് നിന്നും കൈക്കലാക്കിയതിനു ശേഷം അവരും അവളെ ഉപേക്ഷിച്ചു. അതിനുശേഷം ആയിരുന്നു മാഡൻചുവും അവളെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിനൊക്കെ ശേഷം അവളെ ആര് കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ അവളെ ഉപേക്ഷിച്ച് പോകുമെന്നൊരു തോന്നലൊക്കെ ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്.
അവൾക്ക് മാഡം ജോയിനെ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കില്ലറിനെ പിടിക്കണമെന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ കില്ലറിനെ ഇപ്പോൾ പിടികൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ ഉള്ളിലുള്ള മുറിവൊന്നും തന്നെ ഇതുവരെയായിട്ടും ഉണങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി സിഹുൺ അവനെ അറിയിക്കുന്നു. ഡോഹിയും പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി കുറച്ചുനേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയമാക്കുകയാണ്. ഡോഹിയുടെ കമ്പനിയും പുതിയൊരു പ്രൊഡക്റ്റ് ഒക്കെ പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ പ്രോഗ്രാം ഒക്കെ നടത്തുവാനായിട്ടുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഒക്കെ സ്റ്റാഫ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ടോഹിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗോവണ് സ്വന്തമായിട്ടൊരു തിയേറ്റർ ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമും അവിടെ വെച്ച് നടത്തിക്കൂടെ? ഒന്നുമില്ലെങ്കിലും ഗായകന്റെ ഡാൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നില്ലേ അതേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഡോഹിയും അതിനോട് യോജിക്കുന്നു. തിയേറ്ററിന്റെ പേരൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിയും ഡോഹിയുടെ പേരൊക്കെ ഒന്ന് വിളിക്കുന്നു. സെക്രട്ടറിയും ബോക്കിയും തമ്മിൽ പ്രണയത്തിലൊക്കെ ആണല്ലോ, അതുകൊണ്ടായിരുന്നു അവൾ അങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഡോഹിയും ഒരു കാര്യം ചെയ്യും, തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറിയെ ഏൽപ്പിച്ചേക്കുവാനൊക്കെ പറയുകയാണ്. സെക്രട്ടറിയുടെയും ബോക്കിയുടെയും കാര്യത്തിൽ മറ്റാർക്കും സംശയം തോന്നാതിരിക്കുവാനായിട്ട് ഡോഹിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഗുവോണും ഡോഹിയുടെ പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവൾക്കും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കുവാൻ പോലും പേടിയാണെന്നൊക്കെ സോഹോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിന് നിന്റെ തിയേറ്ററിലൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. നിനക്കതിന് സമ്മതമാണോ എന്നൊക്കെ ഡോഹി ഗോന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഡോഹിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടോ അതൊക്കെ ചെയ്തോ എന്നായിരുന്നു ഗോണും ഡോഹിയുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇത് തികച്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം കാണുവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോഹിയും അവന് അതുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവളും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് ഏർപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവളെ അതിൽ നീ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അതുവഴിയാണ് അവളും അവളുടെ മനസ്സിലുള്ള വേദനകളൊക്കെ മറക്കുന്നതെന്ന് സുഹുൺ പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഗുവൺ ഓർക്കുന്നു. ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ഒക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോമ്പൻസേഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ട്. മാഡം ചു ആയിരുന്നു ആ ഒരു കമ്മിറ്റിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എത്തുന്ന സുക്മിനാകട്ടെ ആ ഒരു കമ്മിറ്റിനെ പിരിച്ചുവിടുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരു കമ്മിറ്റിയൊക്കെ നടത്തുന്നത് കൊണ്ടാണ് പല സ്റ്റോക്ക് ഹോൾഡേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതെന്നൊക്കെ സ്റ്റാഫ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അമ്മ ഇപ്പോൾ മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മ നടത്തി വന്നിട്ടുണ്ടായിരുന്ന പല പദ്ധതികളും ഇപ്പോൾ തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു. അമ്മ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും നമുക്ക് ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. പോരാതെ ഇപ്പോഴുള്ള നമ്മുടെ ഫുൾ ടൈം എംപ്ലോയീസിൽ നിന്നും 30% ആൾക്കാരെ പാർട്ട് ടൈം എംപ്ലോയീസ് ആക്കി മാറ്റേണ്ടതായിട്ടുമുണ്ടെന്നൊക്കെ സുക്മിനും പറയുന്നു. ഇനി സുക്മിന്റെ വൈഫിനെയൊക്കെയാണ് കാണിക്കുന്നത്. അവളും മകന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു നോക്കുന്നു. ഇനി അടുത്തതായിട്ട് നീയാണ് നീക്കമൊക്കെ നടത്തേണ്ടതെന്ന് അവൻ പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞതിനെ കുറിച്ചും അവൾ ഓർത്തു നോക്കുകയാണ്. മകന്റെ കയ്യിലേതുപോലെ തന്നെ ഇപ്പോൾ അവളുടെ കയ്യിലും മുറിവൊക്കെ ഉണ്ട്. അവളും മകൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ആ ഒരു മുറിവിൽ വീണ്ടും വീണ്ടും മാന്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഡോഹിയും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോക്കുന്നു. അവളും ഒരു സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുവോണും അവളുടെ അടുത്തായിട്ടൊക്കെ ചെന്ന് നിൽക്കുന്നു. ഒരു കാട്ടിലൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന അവളും അവളുടെ അച്ഛനെയും അമ്മേനെയും അന്വേഷിക്കുകയാണ്. അവളെ തനിച്ചാക്കി അവരെവിടേക്കാണ് പോയതെന്നൊക്കെ അവളും ചോദിക്കുന്നു. അവളുടെ സ്വപ്നത്തിൽ അവൾ അങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും അവളും അവിടെ വെച്ച് ഗുവോണിനെ കാണുകയാണ്. ഗുവോണിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും തന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവനും അവളെ ഹഗ് ചെയ്ത് സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാം എന്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ നിന്റെ തെറ്റല്ല. അവരാരും നിന്നെ ഉപേക്ഷിച്ച് എവിടേക്കും പോയിട്ടില്ല. കുറച്ചു കാലത്തേക്ക് നിനക്ക് അവരെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോണും അവളുടെ കൈയും പിടിച്ചു നടക്കുന്നു. അവനും അവളെയും കൂട്ടിക്കൊണ്ട് വീടിന്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ അമ്മയും അച്ഛനും മാടഞ്ചും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുകയായിരുന്നു. അവരും അവളെ കൊണ്ട് സ്റ്റാർ ഒക്കെ വെയിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ ഗോണിനെ അന്വേഷിക്കുമ്പോഴത്തേക്കും ഗോണും ഒരു കേക്കുമായിട്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ആ ഒരു സ്വപ്നത്തില് ഡോഹിയും അവർ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച് സന്തോഷിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ ഗോൺ ആയിരുന്നു സ്വപ്നത്തിലൂടെ ഡോഹിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഡോഹിയോട് ശരിക്കും ഇവരെ എല്ലാവരും എനിക്ക് നിനക്ക് നേരിട്ട് കാണിച്ചു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു ഇതുപോലെ സ്വപ്നത്തിലൂടെ ഞാൻ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് മാത്രമേ നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊക്കെ അവളോട് പറയുന്നു. ഡോഹി പിറ്റേ ദിവസം കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഗോവൺ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും അവനും ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുകയായിരുന്നു. അതിലുണ്ടായിരുന്ന ബൾബ്സ് ഒക്കെ നേരെ ആക്കുവാനായിട്ട് അവൻ ഒരുപാട് പാടുപെടുന്നത് കാണുമ്പോഴത്തേക്കും നിനക്ക് നിന്റെ പവേഴ്സ് ഒക്കെ കൊണ്ട് ഇത് ചെയ്തൂടെ എന്ന് ഗോവന്റെ അടുത്ത് ഡോഹിയും ചോദിക്കുന്നു. പക്ഷെ പവേഴ്സ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിലൊരു രസമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ സ്വയം അത് ചെയ്യുവാനായിട്ട് നോക്കുന്നത്. ഇന്നലെ ഞാൻ എണീക്കുവാനായിട്ട് പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള നല്ലൊരു സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്
ഗോവോന്റെ അടുത്ത് ഡോഹിയും പറയുകയാണ്. അവൻ വീണ്ടും ബൾബൊക്കെ നേരെയാക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരുപാട് ബൾബൊക്കെ ഇളകി വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്നാൽ പവേഴ്സ് ഒക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ അവൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോലും നീ പവേഴ്സ് ഒന്നും ഉപയോഗിക്കണ്ട, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഡോഹിയും അവന്റെ കൂടെ കൂടുന്നു. അവരും ഒന്നിച്ച് പല്ല് തേച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് വളരെ സന്തോഷമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ലിഫ്റ്റ് വഴി ഓഫീസിലേക്കൊക്കെ പോകുവാൻ നേരത്ത് പോലും ആരും അറിയാതെ കൈയൊക്കെ പിടിച്ച് പോകുവാനായിട്ട് പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.